നമ്മൾ ബൈനോമിയൽ തിയറം ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ബൈനോമിയൽ തിയറം ബൈനോമിയൽ തിയറം ആൻഡ് ഇറ്റ്സ് പ്രൂഫ്. ബൈനോമിയൽ തിയറം +2-ലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ്, പ്ലസ് വണ്ണിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠത്തിലുള്ള ഒരു ഫോർമുലയാണ്. ആ ഒരു പാഠം ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ആ ഫോർമുലയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ബൈനോമിയൽ തിയറം? വളരെ സിമ്പിൾ ആയ ഒരു തിയറം. അതായത് ഇയാൾ ഉദ്ദേശിക്കുന്നത് രണ്ട് നമ്പറുകളുടെ പോസിറ്റീവ് പവർ എടുത്താൽ, രണ്ട് നമ്പറുകളുടെ സമ്മിന്റെ പോസിറ്റീവ് പവർ എടുത്താൽ എന്ത് കിട്ടും? സേ ഫോർ എക്സാമ്പിൾ a+b ദ ഹോൾ റൈസ് ടു n. a+b ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം, ക്യൂബും പലർക്കും അറിയാം. അങ്ങനെ ഇപ്പൊ 4 റൈസ് ടു 4 ചോദിച്ചാലോ, റൈസ് ടു 10 ചോദിച്ചാലോ, റൈസ് ടു 100 ചോദിച്ചാലോ ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു NC0. കോമ്പിനേഷൻ ആണ് NC0 a⁻n പ്ലസ് NC1 a⁻n-1 a⁻n-1 b⁻1 പ്ലസ് NC2 a⁻n-2 b². ഇപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും. എക്സെട്രാ പ്ലസ് n-1 a b⁻n-1 അവസാനം NCn b⁻n. ഇതാണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പാറ്റേൺ മനസ്സിലാവും. ഇവിടെ മുഴുവൻ സം ആണ് ചെയ്തിരിക്കുന്നത്. ആരെയൊക്കെ സം ചെയ്തിരുന്നു നോക്കുക. എല്ലാവർക്കും ഫ്രണ്ടിൽ കോമ്പിനേഷന്റെ ഒരാളുണ്ട്. കോമ്പിനേഷൻ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ എല്ലാവരുടെ ഫ്രണ്ടിൽ n തന്നെയാണ്. എല്ലാവർക്കും n തന്നെയാണ്. ഇനി അതിന്റെ താഴെ 0, അടുത്തേല് 1, അടുത്തേല് 2, അടുത്തേല് 3, അങ്ങനെ n-1 അവസാനം n വരെ വന്നിരിക്കും. അതായത് അതിന്റെ താഴെയുള്ള ആൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് 0 തൊട്ട് n വരെ. അടുത്ത് താഴെ a⁻n, അടുത്ത് a⁻n-1, അടുത്ത് a⁻n-2. എയുടെ പവർ കുറയുകയാണ്. അവിടെ കുറയുകയാണ്. ഇവിടെ താഴെ 1 ആവുമ്പോൾ അവിടെ a⁻n-1, ഇവിടെ താഴെ 2 ആവുമ്പോൾ a⁻n-2, ഇവിടെ താഴെ n-1 ആവുമ്പോൾ a⁻n-1. അപ്പൊ അത് 1 ആയിക്കോളും. അതാണ് അവിടെ 1 ആവുന്നത്. എന്നിൽ നിന്ന് n-1 തന്നെ അങ്ങ് കുറച്ച് കളയും. പിന്നെ ബാക്കി ഒന്നല്ലോ. അങ്ങനെ അവസാനം താഴെ n-n a⁻n-n 0 കഴിഞ്ഞു. a⁻0 കഴിഞ്ഞു. പക്ഷെ അതേസമയം ബിക്ക് എന്ത് സംഭവിക്കുന്നു? ആദ്യം b⁻0, ബി ഇവിടെ ഇല്ല. അടുത്ത് b⁻1, b⁻2, അടുത്ത് b⁻3, അങ്ങനെ b⁻n-1 b⁻n. ബിയുടെ പവർ അപ്പൊ കൂടിയിരിക്കുകയാണ്. അപ്പോ നമ്മള് ഇത്രയും ടേമുകളെ വലിച്ചു വാരി എഴുതുന്നതിന് പകരം ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എഴുതും. ഇവിടെ NCK ആണ്. NCK, അതായത് ഇവിടെ താഴെയുള്ള ആള് k. a⁻n-k, അതായത് താഴെ എന്താണോ അത് ഇവിടെ കുറച്ച് പോകണം. n-k, n-0, n-1, n-2 കുറച്ച് പോകണം. പക്ഷെ ബിയുടെ കാര്യത്തിൽ ഈ താഴെയുള്ള പവർ കൊടുത്തേക്കണം. b⁻k കൊടുത്തേക്കണം. ഇവിടെ b⁻0, b⁻1, b⁻2, അങ്ങനെ b⁻n വരെ കൊടുത്തേക്കണം. കെയുടെ വാല്യൂ നിങ്ങൾക്ക് 0 മുതൽ അത് കണ്ടോ, കെയുടെ വാല്യൂ 0, പിന്നെ 1, പിന്നെ 2, എക്സെട്രാ n വരെ കൊടുക്കാം. കെയുടെ വാല്യൂ 0 മുതൽ n വരെ കൊടുക്കാം. അങ്ങനെ കിട്ടുന്ന എല്ലാം കൂടെ കൂട്ടിക്കൊള്ളണം. സമ്മേഷന്റെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും ടേമുകളെ വലിച്ചു വാരി എഴുതാൻ മടിച്ചിട്ട് നമ്മൾ ഇയാളെ എന്ത് ചെയ്യും? ഒന്ന് അബ്രിവേറ്റ് ചെയ്യും. അപ്പോ ഇവിടെ നടക്കുന്നത് NK താഴെ 0, 1, 2, 3 എക്സെട്രാ, അതിന് പകരം k എന്ന റെപ്രസെന്റേറ്റീവ് കൊടുത്തു. a⁻n-k ഇവിടെ കൊടുക്കുന്നയാള് എന്നിൽ നിന്ന് കുറച്ചേക്കണം. a⁻n-1, a⁻n-2, ഇവിടെ k കൊടുത്തു. a⁻n-k ഇവിടെ എന്താണോ കൊടുക്കുന്നത് അത് ബിയുടെ പവർ ആയിട്ട് കൊടുത്തേക്കണം. b⁻k കൊടുത്തു. കെയുടെ വാല്യൂ 0 മുതൽ n വരെ മാറിക്കോട്ടെ. അങ്ങനെ മാറി കിട്ടുന്ന വാല്യൂ കൂട്ടി വെച്ചോളണം, സമ്മ് ചെയ്തോളണം. അതിന് കൊടുക്കുന്നതാണ് സമ്മേഷൻ. സോ ഇറ്റ് വിൽ ബി റെഡ് ആസ് summation k equal to 0 to n, nk a⁻n-k b⁻.
അതൊരിക്കലും മറക്കരുത്. സമ്മേഷൻ k ഈക്വൽ ടു 0 ടു n nk a റൈസ് ടു n മൈനസ് k b റൈസ് ടു k. ഇതാണ് നമ്മുടെ ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ഇത്രയേ ഉള്ളൂ. ഈ എക്സ്പാൻഷൻ പഠിപ്പിക്കുന്നതാണ് ബൈനോമിയൽ തിയറം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, n0 എന്ന് പറയുന്നത് 1 ആണ്, nn-ഉം 1 ആണ്. n0യും 1 ആണ്, nn-ഉം 1 ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം ഇവിടെ a റൈസ് ടു n ഇൻറ്റു 1 a റൈസ് ടു n ആയിരിക്കും. ലാസ്റ്റ് ടേം nn 1 ആണ്, d റൈസ് ടു n ഇൻറ്റു 1 d റൈസ് ടു n ആയിരിക്കും. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, ഇവിടത്തെ ആദ്യത്തെ ആളുടെ ഹോൾ പവർ ആണ് ഇവിടെ വരുന്നത്, ഇത് അവസാനത്തെ ആളുടെ ഹോൾ പവർ ആണ് ഇവിടെ വരുന്നത്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആദ്യം a സ്ക്വയർ അവസാനം b സ്ക്വയറും അല്ലേ? അതേപോലെ a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആദ്യം a ക്യൂബ് അവസാനം b ക്യൂബും ആണ്. അതേപോലെ അപ്പൊ n0 nn കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെയൊക്കെ വാല്യൂ 1 ആണ്. അതിന്റെയൊക്കെ വാല്യൂ 1 ആണ്. കൂടെ ഒരു ലോയും കൂടെ നിങ്ങൾ ഓർക്കണം. ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലോയും കൂടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദ പാസ്കൽസ് ലോ. ദാറ്റ് ഇസ് കോൾഡ് ദ പാസ്കൽസ് ലോ അല്ലെങ്കിൽ പാസ്കൽസ് റൂൾ. പാസ്കൽസ് റൂൾ എന്താണ്? പാസ്കൽസ് റൂൾ nk പ്ലസ് nk മൈനസ് 1 രണ്ട് കോമ്പിനേഷൻ ആഡ് ചെയ്യാണ്. രണ്ടുപേരുടെയും മുകളിലുള്ള ആൾ സെയിം ആണ്, താഴെയുള്ള ആൾ ഒരാൾ k ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് രണ്ടാമത്തെ ആൾ. അതിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് രണ്ടാമത്തെ ആൾ. ഇവര് രണ്ടുപേരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. കോമ്പിനേഷനിൽ മുകളിൽ n+1 ആയിരിക്കും. ഇവിടെ കെയിൽ നിന്ന് ഒരാൾ കുറഞ്ഞെങ്കിലും ഇവിടെ പക്ഷെ n അല്ല n+k ആണ്. താഴെ പക്ഷെ k ആയി. താഴെ പക്ഷെ k. ഇതാണ് പാസ്കൽസ് റൂൾ. എനിക്ക് ഈ പുള്ളിക്കാരനെ ഇതിന്റെ പ്രൂഫിന്റെ സ്ഥാനത്ത് ആവശ്യമുണ്ട്. ഇതിന്റെ പ്രൂഫിന്റെ സ്ഥാനത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് പാസ്കൽസ് റൂളും പിന്നെ അതിനുശേഷം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. ഞാൻ ഇനി പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബൈനോമിയൽ തിയറം, അതായത് a പ്ലസ് ബി ദ ഹോൾ റൈസ് ടു n ഇസ് ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു n nk a റൈസ് ടു n മൈനസ് k b റൈസ് ടു k. ഇത് ശരിയാണ്. നിങ്ങൾ എന്നിന് പകരം ഏത് പവർ എടുത്താലും ഇത് ശരിയാണ് എന്നെനിക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രൂഫിലേക്ക് പോകുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വി വിൽ പ്രൂവ് ദിസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന ഈ പവർ ആയ എന്നിനാണ്. അതുകൊണ്ട് ഇൻഡക്ഷൻ ഓൺ n എന്ന പവറിനാണ് ഉപയോഗിക്കുന്നത്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട, അതുകൊണ്ടാണ് കൊടുത്തത്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്ന പവർ ആയ എന്നിനാണ് ഞാനത് ഉപയോഗിക്കുന്നത്. കഴിയും. ശരി, അപ്പൊ നമ്മള് പ്രൂഫിലേക്ക് കടക്കാം. ആദ്യം ലെറ്റ് n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1 കൊടുത്താൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡില് നമുക്ക് കിട്ടാൻ പോകുന്നത് a പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 1 ആണ്. എനിത്തിങ് റൈസ് ടു 1 അയാൾ തന്നെയാണ്, അപ്പൊ a പ്ലസ് ബി തന്നെ. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ സമ്മേഷൻ k ഈക്വൽ ടു 0 ടു എന്നിന്റെ വാല്യൂ 1 ആണ്. 1k a റൈസ് ടു 1 മൈനസ് k b റൈസ് ടു k. ഇതാണല്ലോ കാര്യം. അതായത് kക്ക് 0 മുതൽ 1 വരെ കൊടുക്കാം, അതുവരെ കൊടുക്കാൻ പറ്റും. അപ്പൊ 0 ഒന്നും കൊടുക്കാം, അത്ര അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. ശരി, ആദ്യം നമുക്ക് 0 കൊടുക്കാം കേട്ടോ. 0 കൊടുക്കാം. 1 0 a റൈസ് ടു 1 മൈനസ് 0 a റൈസ് ടു 1 ഇൻറ്റു b റൈസ് ടു 0. n0 1 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. a റൈസ് ടു 1 a ആണ്, b റൈസ് ടു 0 1 ആണ്. അപ്പൊ ഇത് a ആവും. സോറി, ഇപ്പോഴേ എഴുതുന്നില്ല, മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. കേക്ക് 0 കൊടുത്തു, കിട്ടി. കേക്ക് ഇനി 1 കൊടുക്കാം. 1 a റൈസ് ടു 1 മൈനസ് 1 b റൈസ് ടു 1. Therefore this is equal to, ഇത് 1 ആകും. a റൈസ് ടു 1 a ആണ്, b റൈസ് ടു 0 1 ആണ്. അപ്പൊ ഇത് a.
1 ഇതും 1 ആവും. n 1 ആവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും 1 ആകും. a⁻0യും 1 ആണ്. പിന്നെ b⁻1 b. a+b ദ ഹോൾ റൈസ് ടു 1ഉം a+b തന്നെ. ഈ ഫോർമുലയിൽ കൊടുത്തപ്പോഴും a+b തന്നെ. അതായത് രണ്ടും ഈക്വൽ ആണ്. അതായത് രണ്ടും ഈക്വൽ ആണ്. Therefore, for n equal to 1, the result is true. n equal to 1ന് ഈ പറഞ്ഞ റിസൾട്ട് ട്രൂ ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് അസംഷൻ ആണ് we will assume it is true for n. n-ന് ഈ കാര്യം ട്രൂ ആണെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. n-ന് വേണ്ട, ഞാനിവിടെ m എന്ന് എടുക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ m ആണ് ഉദ്ദേശിക്കുന്നത്. m-നെ പറ്റിയാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് ട്രൂ ഫോർ m. അതായത് നിങ്ങൾ പവർ m കൊടുത്താൽ കാര്യം ശരിയാണ്. അതായത് ദാറ്റ് ഇസ് a+b ദ ഹോൾ റൈസ് ടു m നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സമ്മേഷൻ k ഈക്വൽ ടു 0 മുതൽ k ഈക്വൽ ടു ഈ പവർ വരെ m വരെ, k ഈക്വൽ ടു 0 മുതൽ k ഈക്വൽ ടു പവർ വരെ nk a റൈസ് ടു n മൈനസ് k p റൈസ് ടു k, a റൈസ് ടു n മൈനസ് k p റൈസ് ടു k. ഇത് ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. നമുക്കിനി തെളിയിക്കാനുള്ളത് we have to prove for m+1. m+1 ശരിയാണെന്ന് തെളിയിക്കണം. അതായത് എനിക്ക് തെളിയിക്കാനുള്ള കാര്യം ഞാനിവിടെ എഴുതി വെക്കാം. തെളിയിച്ച് കഴിഞ്ഞിട്ടില്ല. ദാറ്റ് ഇസ് ടു പ്രൂവ്. എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ടു പ്രൂവ് എന്ന് എഴുതിയത്. ഇത് വെച്ച് എനിക്ക് തുടങ്ങാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എഴുതാനുള്ള ലക്ഷ്യം ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. m-ന്റെ സ്ഥാനത്ത് m+1 കൊടുത്താലും ഇത് ശരിയാണ്. a+b റൈസ് ടു m+1 is equal to summation k equal to 0 to m-ന്റെ സ്ഥാനത്ത് m+1. ഇവിടെ m ആയിരുന്നു കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. n-ന് പകരം m ആണല്ലോ, m. ശരി, സമ്മേഷൻ k equal to 0 to m+1 m+1k, m+1 ആണ്, m-ന്റെ സ്ഥാനത്ത് m+1 ആണ്. a റൈസ് ടു m+1 മൈനസ് k ഇൻറ്റു b റൈസ് ടു k. ഇതാണ് എനിക്ക് തെളിയിക്കാനുള്ളത്. ഞാൻ അതിനെ ഒന്ന് ബോക്സിലിടുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് തെളിയിച്ച് കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ഇതൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. ഇതിലേക്കാണ് നമ്മൾ എത്താനുള്ള ലക്ഷ്യം ഒന്ന് മാർക്ക് ചെയ്ത് വച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ശരിയാണെന്ന് തെളിയിക്കണം. അതായത് മുകളിൽ m-ന് പകരം താഴെ m+1 കൊടുത്താൽ കാര്യം ശരിയാണെന്ന് തെളിയിക്കണം. മുകളിലുള്ള ഹൈപ്പോത്തിസിസ് പക്ഷെ നമുക്ക് ഉപയോഗിക്കാം. ശരി, അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. പ്രൂവ് ചെയ്യേണ്ട സാധനത്തിന്റെ ലെഫ്റ്റിലുള്ള ആളെടുത്തു. a+b ദ ഹോൾ റൈസ് ടു m+1. ഈ പുള്ളിക്കാരനെ നമുക്ക് a+b ഇൻറ്റു a+b ദ ഹോൾ റൈസ് ടു m എന്ന് എഴുതാം. a+b ദ ഹോൾ റൈസ് ടു m അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു a+b ദ ഹോൾ റൈസ് ടു m പ്ലസ് b ഇൻറ്റു a+b ദ ഹോൾ റൈസ് ടു m ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. a ഇൻറ്റു a+b ദ ഹോൾ റൈസ് ടു m പ്ലസ് b ഇൻറ്റു a+b ദ ഹോൾ റൈസ് ടു m ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. കഴിഞ്ഞു. ഈ കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് വേണ്ടി വരും a+b ദ ഹോൾ റൈസ് ടു m+1നെ ഇവിടെ രണ്ടുപേരുടെ സം ആയിട്ട് എഴുതാം. ഇനി എന്റെ ലക്ഷ്യം ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരെയും കണ്ടുപിടിക്കും. അതായത് a ഇൻറ്റു a+b ദ ഹോൾ റൈസ് ടു m ഇയാളെ കണ്ടുപിടിക്കാൻ പോകും. നോക്കിക്കോളണേ. ദാറ്റ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു ഈ പുള്ളിക്കാരൻ ആരാണെന്ന് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു mk a റൈസ് ടു m മൈനസ് k ഇൻറ്റു b റൈസ് ടു k കഴിഞ്ഞു. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് അതിൽ എഴുതിയ കാര്യം ഞാൻ ഇത് അതേപോലെ ഇങ്ങ് കൊണ്ടുവന്നതാണ്. അത് ശരിയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. ശരി, ഇവിടെ ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ചെയ്യുകയാണേ. ഇവിടെ ആദ്യത്തെ എലമെന്റ്
എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എമ്മിന്റെ ആദ്യത്തെ എലമെന്റ് എ റൈസ് ടു എം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ എലമെന്റ് എ റൈസ് ടു എം ആണ്. എൻ സി 0, എ റൈസ് ടു എം, ബി റൈസ് ടു 0 ആയിരിക്കും. അപ്പൊ ആദ്യത്തെ എലമെന്റ് എ റൈസ് ടു എം ആണ്. അപ്പൊ ഞാൻ ആ ഒരു എലമെന്റിനെ മാത്രം വെളിയിലേക്ക് എടുത്തേ, ആ ഒരു എലമെന്റിനെ മാത്രം വെളിയിലേക്ക്. അതായത് കെ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആള് എ റൈസ് ടു എം ആയിരിക്കും, അയാളെ മാത്രം വെളിയിലേക്ക്. ബാക്കിയുള്ളത് സമ്മേഷൻ കെ ഈക്വൽ ടു, ശ്രദ്ധിക്കണം, കെ ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന ആളെയാണ് ഞാൻ ഈ വെളിയിലെടുത്തേക്കുന്നത്. അപ്പൊ ഇനി കെ ഈക്വൽ ടു 0 കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമ്പറായ കെ ഈക്വൽ ടു 1 തൊട്ട് കൊടുത്താൽ മതി. ബാക്കിയൊന്നും മാറ്റമൊന്നുമില്ല. എ റൈസ് ടു എം മൈനസ് കെ ഇൻറ്റു ബി റൈസ് ടു കെ. ഇതിൽ ആദ്യത്തെ ആള് എ റൈസ് ടു കെ ആണ്. എൻ സി 0, എ റൈസ് ടു എം, ബി റൈസ് ടു 0. ആദ്യത്തെ ആളെ മാത്രം വെളിയിലിടും. ആദ്യത്തെ ആളെ കെ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ആളെ കിട്ടും. അപ്പൊ ഇനി കെ ഈക്വൽ ടു 0 കൊടുക്കണ്ടല്ലോ, ഇനി ബാക്കി കെ ഈക്വൽ ടു 1 തൊട്ട് കൊടുത്താൽ മതിയല്ലോ. അതാണ് ഞാൻ എഴുതിയത്. ഇനി എ കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എ റൈസ് ടു എം, എ റൈസ് ടു എം പ്ലസ് 1 പ്ലസ് ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എം എം കെ എ റൈസ് ടു എം മൈനസ് കെ പ്ലസ് 1. ഈ എ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പവർ ഒന്ന് കൂടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എ റൈസ് ടു എം മൈനസ് കെ പ്ലസ് 1, അയാളെ എ റൈസ് ടു എം പ്ലസ് 1 മൈനസ് കെ എന്ന് എഴുതി. എം മൈനസ് കെ പ്ലസ് 1 ഒരു പവർ കൂടും, എം മൈനസ് കെ പ്ലസ് 1, അയാളെ എം പ്ലസ് 1 മൈനസ് കെ എന്ന് എഴുതി ഇൻറ്റു ബി റൈസ് ടു കെ. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അയാളെ ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തു. ഇയാളെ നമുക്ക് 1 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ പുള്ളിക്കാരനെ നമുക്ക് 2 എന്ന് മാർക്ക് ചെയ്യാം. ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ആള് ബി ഇൻറ്റു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എം ഇല്ലേ, ഈ പുള്ളിക്കാരനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അയാളെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എം, ഈ പുള്ളിയെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അനുസരിച്ച് അകത്തുള്ളയാള് സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു എം, എം കെ എ റൈസ് ടു എം മൈനസ് കെ ഇൻറ്റു ബി റൈസ് ടു കെ, നമുക്കറിയാവുന്ന ഫോർമുല ഞാൻ എഴുതി. നെക്സ്റ്റ് ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ ചെയ്ത പോലെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞു ഈ എക്സ്പാൻഷനിൽ ഏറ്റവും അവസാനത്തെ ആള് ബി റൈസ് ടു എം ആയിരിക്കും. ഏറ്റവും അവസാനത്തെ ആള് ബി റൈസ് ടു എം. അവസാനം വരുന്ന എൻ എൻ എ റൈസ് ടു 0 ബി റൈസ് ടു എം ആയിരിക്കും. അതിൽ എൻ എനും 1 ആണ്, എ റൈസ് ടു 0യും 1 ആണ്, ബാക്കി ബി റൈസ് ടു എം വരത്തുള്ളൂ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അവസാനത്തെ ആളെ മാത്രം മാറ്റി എഴുതി. സമ്മേഷൻ കെ ഈക്വൽ ടു 0 എം കെ എ റൈസ് ടു എം മൈനസ് കെ ബി റൈസ് ടു കെ പ്ലസ് അവസാനത്തെ ആളെ മാറ്റി എഴുതി ബി റൈസ് ടു എം. അവസാനത്തെ ആള് ബി റൈസ് ടു എം. ഇവിടെ എഴുതിയിരിക്കുന്ന പവറിന്റെ ഏറ്റവും വലിയ പവർ, ബിയുടെ ഏറ്റവും വലിയ പവർ ഏറ്റവും അവസാനം വരുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കെക്ക് കൊടുക്കേണ്ട വാല്യൂ എം ആണ്. അത് കൊടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അയാളെ മാറ്റി നിർത്തിയ സ്ഥിതിക്ക് ഇനി എം വരെ കൊടുക്കണ്ടല്ലോ. അതിന്റെ തൊട്ട് മുമ്പേ എം മൈനസ് 1 വരെ കൊടുത്താൽ മതി. കിട്ടിയോ? നേരത്തെ കെ ഈക്വൾ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന എ റൈസ് ടു എമ്മിനെ നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ കെ ഈക്വൾ ടു 0 കൊടുത്തില്ല, അതിന്റെ അടുത്ത നമ്പർ തൊട്ട് കെ ഈക്വൾ ടു 1 തൊട്ടല്ലേ കൊടുത്തത്. സിമിലർലി ഇവിടെയും ഞാൻ ആ പരിപാടി ചെയ്യുന്നു. എന്താണ്? ഇവിടെ അവസാനത്തെ ആളാണ് മാറ്റിയത്. അപ്പൊ ഇനി അവസാനത്തെ ആളെ എം വരെ കൊടുക്കണ്ട, അതിന് തൊട്ട് മുമ്പ് എം മൈനസ് 1 വരെ കൊടുത്താൽ മതി. എം വരെ കിട്ടുന്ന ആളിനെ ഞാൻ പുറത്തെടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി കെ ഈക്വൾ ടു 0 ടു എം മൈനസ് 1 വരെ കൊടുത്താൽ മതി. സാരമില്ല, കഴിയും. ഇനി ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് പോകുന്നത്. അതായത് വേറൊന്നുമല്ല, ഞാനിവിടെ കെക്ക് പകരം കെക്ക് പകരം ജെ പ്ലസ് 1 കൊടുക്കുകയാണ്. കെക്ക് പകരം ജസ്റ്റ് എ സെക്കൻഡ്. കെക്ക് പകരം ഞാനിവിടെ ജെ മൈനസ്
പറഞ്ഞില്ല. ഓക്കെ, ഒരു എക്സ്പാൻഷൻ എറർ. ഞാൻ ആ എറർ മാറ്റി വയ്ക്കാനാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കാര്യം വിട്ടുപോയി. വേറൊന്നുമല്ല, ഞാനത് പറഞ്ഞുതരാം. നമുക്കൊരു വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ അത് പറയാൻ വിട്ടുപോയി. അതായത് ഇവിടെ സമ്മേഷൻ കെ ഈക്വൾ ടു 0 to m ആണല്ലോ ഈ പുള്ളിക്കാരൻ. കെ ഈക്വൾ ടു 0 to m ശരിയാണ്. കെക്ക് പകരം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ വേറൊരു വേരിയബിൾ ഉപയോഗിക്കുകയാണ്, ജെ. കെക്ക് പകരം ജെ കൊടുക്കുന്നത്. അതായത് ജെ ഈക്വൾ ടു 0 to 1 കാരണം എനിക്ക് ആവശ്യമുണ്ട്. ജെ ഈക്വൾ ടു 0 to 1 എം ജെ എം മൈനസ് ജെ ബി റൈസ് ടു ജെ. കാരണം എനിക്ക് അവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അതായത് എ റൈസ് ടു എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എം സമ്മേഷൻ കെ ഈക്വൾ ടു 0 to m തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കെ എന്ന് പറയുന്നത് ആ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ഒരു വേരിയബിൾ ആണല്ലോ. കെക്ക് പകരം ഞാൻ ഇപ്രാവശ്യം ജെ കൊടുത്തു. കെ 0 മുതൽ m വരെയാണ് പോകുന്നത്, ജെയും 0 മുതൽ m വരെയാണ് പോകുന്നത്. നമ്മുടെ തീരത്തിന് യാതൊരുവിധ പ്രശ്നവും അയാൾ ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ആ വേരിയബിൾ മാറ്റിയേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഈ താഴത്തെ സ്റ്റെപ്പിലും കൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ജെ ഈക്വൾ ടു 0 to m-1 എം ജെ എം മൈനസ് ജെ ബി റൈസ് ടു ജെ പ്ലസ് ബി റൈസ് ടു എം എഴുതി. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഐ ആം ടേക്കിംഗ് ജെ ഈസ് ഈക്വൾ ടു കെ പ്ലസ് 1. J is equal to k plus 1. Sorry. I'm taking k is equal to j plus 1. K is equal to j plus 1. K എന്ന് പറയുന്നത് j plus 1 ആയിട്ട് എടുക്കുകയാണ്. K equal to j plus 1 ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് വേരിയേഷൻസ് കൊടുക്കുകയാണ്. K equal to j plus 1 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും j equal to k minus 1 ആവുമല്ലോ. j equal to k minus 1 ആവും. ആദ്യം ഇവിടെ j ഈക്വൾ ടു 0 ആവുമ്പോൾ k ഈക്വൾ ടു 1 ആണ്. j ഈക്വൾ ടു 0 ആവുമ്പോൾ k ഈക്വൾ ടു 1 ആണ്. therefore സമ്മേഷൻ j ഈക്വൾ ടു 0 ആവുമ്പോൾ k ഈക്വൾ ടു 1 ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ k ഈക്വൾ ടു 1 ആണ്. ഇനി മുകൾ j ഈക്വൾ ടു m-1, j ഈക്വൾ ടു m-1. ആ സമയത്ത് k ഈക്വൾ ടു m-1 പ്ലസ് 1, ദാറ്റ് ഇസ് m. k എന്താകും? m ആകും. അപ്പോ മുകളിലേക്ക് പോകുന്നത് m. k ഈക്വൾ ടു j ഈക്വൾ ടു m-1 ആയിരുന്നു, പക്ഷെ അത് k ഈക്വൾ ടു m ആയി. അടുത്ത m j എന്ന് പറയുന്ന k-1 ആണ്. അതുകൊണ്ട് jക്ക് പകരം k-1 കൊടുത്തു. a റൈസ് ടു m മൈനസ് jക്ക് പകരം k-1 jക്ക് പകരം k-1 ഇൻറ്റു ബി റൈസ് ടു ജെ ജെക്ക് പകരം k-1 പ്ലസ് ബി റൈസ് ടു എം വേരിയബിളിനെ ഞാൻ മാറ്റി പുതിയ വേരിയബിൾ എഴുതി. ഇങ്ങനെയാണ് അത് മാറ്റുന്നത്. കാരണം എനിക്ക് അയാളെ കൊണ്ട് ഇനി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് എഴുതിയത്. വീണ്ടും ഞാൻ പറയുന്നത് എന്താണ് ചെയ്തത്? സത്യം പറഞ്ഞാൽ നമ്മളെ എക്സ്പാൻഷൻ കെയിലായിരുന്നു. ഞാൻ കെക്ക് പകരം പുതിയൊരു വേരിയബിൾ കൊടുത്തു ജെ. എന്നിട്ട് മര്യാദയ്ക്ക് അത് എക്സ്പാൻഡ് ചെയ്തു. അവസാനത്തെ ടേമിനെ ഒന്ന് വെളിയിലാക്കിയത്. എന്നിട്ട് ഞാൻ ജെ പ്ലസ് 1 കെ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിന് വരുന്ന വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയെടുത്തു. ഇനി അടുത്ത് ബിയിനകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്. സമ്മേഷൻ കെ ഈക്വൾ ടു 1 to m k-1 എ റൈസ് ടു m മൈനസ് കെ മൈനസ് 1 that will be m plus 1 minus k. m minus k plus 1, that is m plus 1 minus k. b raised to k minus 1 into b raised to k minus 1 into b raised to k plus b raised to m into b raised to m plus 1 എഴുതി. ഇത് തേർഡ് ഇക്വേഷൻ ആയി.
നെക്സ്റ്റ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനില് രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒന്നാമത്തെ ഇക്വേഷനില് രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒന്നാമത്തെ ഇക്വേഷൻ a plus b the whole raised to m plus 1 is equal to a into a plus b the whole raised to m plus b into a plus b the whole raised to m എന്നായിരുന്നു. a into a plus b the whole raised to m നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ആള്. അതായത് a raised to m plus 1 plus summation k equal to 1 to m, k equal to 1 to m, mk a raised to m plus 1 minus k b raised to k plus ഈ പുള്ളിക്കാരൻ summation k equal to 1 to m k minus 1 a raised to m plus 1 minus k b raised to k plus അവസാനത്തെ ആള് b raised to m plus 1. അവസാനത്തെ ആള് b raised to m plus 1. ഇതാണ് വന്നത്. കഴിഞ്ഞു. Therefore, this is equal to a raised to m plus 1. നോക്കൂ, സമ്മേഷൻ k equal to 1 to m, സമ്മേഷൻ k equal to 1 to m. രണ്ട് സെയിം ആണ്, അതുകൊണ്ട് ഒരുമിച്ചെടുത്തു. സമ്മേഷൻ k equal to 1 to m. a raised to m plus 1 minus k, a raised to m plus 1 minus k. അയാളെ ഒരുമിച്ചെടുത്തു. a raised to m plus 1 minus k. b raised to k, b raised to k. ഒരുമിച്ചെടുത്തു b raised to k. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കിയാവുന്നത് mk പ്ലസ് mk minus 1. mk plus mk minus 1. ഇവിടെ b raised to m plus 1. പാസ്കൽസ് ലോ അനുസരിച്ച് mk plus k minus 1, which is equal to a raised to m plus 1 plus summation k equal to 1 to m. Pascal's law അനുസരിച്ച് this will turn to m plus k by k. a raised to m plus 1 minus k, b raised to k plus b raised to m plus 1. a plus b the whole raised to m plus 1 ആകുമ്പോൾ ആദ്യത്തെ ആളുടെ പവർ a raised to m plus 1 ആവും. അവസാനത്തെ ആള് b raised to m plus 1 ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ ആളെ കിട്ടാൻ k equal to 0 കൊടുത്താൽ മതി. അതാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടില്ല. അവസാനത്തെ ആളെ കിട്ടാൻ ഏറ്റവും വലിയ നിങ്ങളുടെ പവർ കൊടുത്താൽ മതി, m plus 1 കൊടുത്താൽ മതി. പക്ഷെ അതും ഇവിടെ കൊടുത്തിട്ടില്ല. അത് രണ്ടും മാറി ഇരിക്കുകയാണ്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ സമ്മേഷൻ k equal to 1 തുടങ്ങുന്നതിന് പകരം k equal to 0 തുടങ്ങും. എമ്മിൽ അവസാനിക്കുന്നതിന് പകരം m plus 1 അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റിയിട്ട രണ്ട് ടേമും കൂടെ കിട്ടുമല്ലോ, കിട്ടും. Therefore, this is equal to m plus 1 k a raised to m plus 1 minus k into b raised to k. നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരം നമുക്ക് കിട്ടി. നമ്മൾ ബോക്സിൽ എഴുതിയിരുന്നു, ഇതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അത് നമുക്ക് അവസാനം കിട്ടി. ആൻഡ് ഹെൻസ് ബൈനോമിയൽ തിയറം പ്രൂവ് ആയിട്ടുണ്ട്.